ഹായ് സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു പ്ലംബിങ്ങിന്റെ വർക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്ലംബിങ്ങിന്റെ വർക്കിന് വന്നപ്പോൾ നമ്മൾ അധിക സൈറ്റിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് ഈ തറയുടെ ഹോള്. പ്ലംബിങ്ങിന്റെ ബാത്റൂമിന്റെ ഉള്ളിലത്തെ രണ്ട് വേസ്റ്റുകളും പുറത്തേക്ക് വരാൻ വേണ്ടി തറപ്പണിയുന്ന സമയത്ത് തന്നെ നമുക്ക് തറപ്പണിക്കാർ നമുക്ക് ഹോൾ ഇട്ട് തരാറുണ്ട്. ആ ഹോളിന്റെ മിനിമം നമുക്ക് വേണ്ടത് 8 ഇഞ്ചാണ്. അത് നമുക്ക് ഇത് 4 ഇഞ്ചിന്റെ പൈപ്പാണ്. 4 ഇഞ്ചിന്റെ പൈപ്പ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. 4 ഇഞ്ചിന്റെ പൈപ്പിന് നമുക്ക് ഹോള് 4 ഇഞ്ചിന്റെ പൈപ്പിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് നമുക്ക് 4.5 ഇഞ്ചാണ്. അതുപോലെ ഇത് മിനിമം നമ്മളെല്ലാവരും ചെയ്യാറ് 2 ഇഞ്ചിന്റെ പൈപ്പാണ്. 2 ഇഞ്ചിന്റെ പൈപ്പ് മിനിമം ചെയ്യുന്നവർക്ക് 2 ഇഞ്ചിന്റെ പൈപ്പ് ചെയ്യുന്നവരുണ്ട്, 2.5 ഇഞ്ച് ചെയ്യുന്നവരുണ്ട്, 3 ഇഞ്ച് ചെയ്യുന്നവരുണ്ട്. 2 ഇഞ്ചിന്റെ പൈപ്പ് നമുക്ക് വരുന്നത് 2.5 ഇഞ്ച് വീതിയാണ് നമുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ടോട്ടൽ നമുക്ക് വരുന്നത് 4.5 ഇഞ്ചും 2.5 ഇഞ്ചും കൂടെ 7 ഇഞ്ചാണ്. നമുക്ക് അതിന്റെ അപ്പുറത്ത് ചെറിയൊരു ഗ്യാപ്പ് കൂടെ വേണം. നമുക്ക് ഫിറ്റിംഗ്സ് കയറ്റാൻ വേണ്ടിയിട്ട് തറക്ക് ചെറിയൊരു ഗ്യാപ്പ് വേണം. നമുക്ക് പിന്നെ 2 പൈപ്പിന്റെ ഇടയിൽ നമുക്ക് ഫിറ്റിംഗ്സ് ഇടാൻ വേണ്ടി അതിനിടയിലും ചെറിയൊരു ഗ്യാപ്പ് വേണം. അപ്പൊ നമുക്ക് ടോട്ടൽ നമുക്ക് മിനിമം വേണ്ടത് 8 ഇഞ്ച് ഗ്യാപ്പാണ്. ഈ തറയുടെ ഗ്യാപ്പ് നമുക്ക് 8 ഇഞ്ചായിട്ട് വേണം. അത് നമുക്ക് ഈ തലക്കലും 8 ഇഞ്ച് വേണം, അപ്പുറത്തെ തലക്കലും 8 ഇഞ്ച് വേണം. ആ 8 ഇഞ്ച് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടാണ് നമുക്ക് 8 ഇഞ്ച് ഗ്യാപ്പ് കിട്ടേണ്ടത്. ഇത് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഏകദേശം നമുക്ക് 7 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ട്. അത് ഈ 7 ഇഞ്ച് ഗ്യാപ്പ് നമുക്ക് ഈ ഒരു കല്ല് ഇങ്ങോട്ട് തള്ളിയിട്ടും അതിനുള്ളിലത്തെ ആ ഒരു കല്ല് അങ്ങോട്ട് തള്ളിയിട്ടുമാണ്. അപ്പൊ നമുക്ക് പൈപ്പ് ഇട്ട് വരുമ്പം പൈപ്പ് ഇങ്ങനെ ചെരിഞ്ഞാണ് വരിക. അത് നമുക്ക് ഇതിനിടയിൽ 7 ഇഞ്ച് ഗ്യാപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇതിനിടയിൽ ഫിറ്റിംഗ്സ് ഇടാനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് തറ പണിയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗ്യാപ്പ് നമുക്ക് മിനിമം 8 ഇഞ്ച് സ്ട്രൈറ്റ് ഗ്യാപ്പ് നമുക്ക് കിട്ടണം. അല്ലെങ്കിൽ നമുക്ക് തറപ്പണിക്കാർ നമുക്കൊരു 10 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടെന്നാലും നമുക്കൊരു ബുദ്ധിമുട്ടില്ല. ബാക്കിയുള്ള ഗ്യാപ്പ് നമുക്ക് 10 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടുകയാണെങ്കിൽ നമുക്ക് വൃത്തിക്ക് നല്ല രീതിയിൽ നമ്മുടെ ആയാസത്തിൽ നമുക്ക് ക്ലാമ്പൊക്കെ വെച്ച് നമുക്ക് മുകളിലത്തെ ബാത്റൂമത്തെ പൈപ്പ് കൂടെ ഇറക്കണമെന്നുണ്ടെങ്കിൽ അത് രണ്ടും ക്ലാമ്പ് ഡിസ്റ്റൻസിൽ നമുക്ക് വൃത്തിക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു 9 ഇഞ്ച് 10 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടാൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് പൈപ്പ് അടിച്ച് പോവാം. അടിയത്തെ ബാത്റൂമിന്റെ അതേ ലെവലിക്ക് മുകളിലത്തെ ബാത്റൂമിന്റെ ഹോള് തുളച്ചാട്ട് ആ മുകളിലത്തെ ബാത്റൂം നേരെ അടിയത്തെ ബാത്റൂമിന്റെ ആ ഒരു ടീയിലേക്ക് കണക്ട് ചെയ്ത് നല്ല വൃത്തിക്ക് സ്ട്രൈറ്റ് ആയിട്ട് 2 ബാത്റൂം അടിയിലും മുകളിലാണ് സാധാരണ എല്ലാ വീട്ടിലും നമ്മൾ ബാത്റൂം ഉണ്ട്. അടിയത്തെ ബാത്റൂമിന്റെ അതേ നേരെ മുകളിലാണ് അടുത്ത ബാത്റൂം ഉണ്ടാവുക. അപ്പൊ ആ 2 ബാത്റൂം നമുക്ക് നേരെ സ്ട്രൈറ്റ് ആയിട്ട് ഇറക്കി നമുക്ക് ഇവിടെ ഒരു മാൻഹോൾ വെച്ച് നല്ല വൃത്തിക്ക് പൈപ്പിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നമുക്ക് മിനിമം ഇതിന് ഒരു 10 ഇഞ്ച് ഗ്യാപ്പ് എങ്കിലും ഇട്ടാൽ തറ പണിയുന്ന സമയത്ത് ഒരു 10 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടാൽ നമുക്ക് വൃത്തിയായിട്ട് പൈപ്പിട്ട് സൂപ്പറായിട്ട് പണിയെടുത്ത് പോകാം. ഓക്കെ.